मात विहारी गोपीजनवल्लभा गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यमुनतिरावनचारी जय राधमाधव कुञ्ज विहारी गोपीजनवल्लभा गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यमुनतिराजमनचारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवसादि गौरभक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ओम अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवांश श्रीरूपं साग्रजातं सगुणरघुनाथानिधं तं सजीवं साद्वैतं सावधूतं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखांश ये कृष्ण करुणा सिंधु दीनबन्धु जगत्पदे गोपेश गोपिका कान्त राधा कान्त नमस्ते तप्त काञ्चन गौरङ्गी राधे वृन्दावनेश्वरी शभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम सत्सत् हरे कृष्ण हरे बोल हरे कृष्ण श्रील प्रभुपाद की गुरुदेव की जय गौर ब्रह्मानंदे हरि 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 हरे कृष्ण ഹരേ കൃഷ്ണ ഗീതാ വിഷയ സംഗ്രഹം ഭഗവത്ഗീത യഥാരൂപത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഗീതാ വിഷയ സംഗ്രഹം എന്ന അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. വേദാവിനാശിനം നിത്യം യായേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ ഖം ഖാദയതി ഹന്തികം വേദാവിനാശിനം നിത്യം യായേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ ഖം ഖാദയന്തി ഹന്തികം വേദാവിനാശിനം നിത്യം യാനയേനമജവ്യയം ഖദം സ പുരുഷഃ പാർത്ഥ ഖം ഖാദയന്തി ഹന്തികം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. श्रील प्रभुपाद की जय, गुरुदेव की जय, जय गौर ब्रह्मानंदे हरि हरि बोल. പദാനുപദ തർജ്ജിമ ശീല പ്രഭുപാദിന്റെ പദാനുപദ തർജ്ജിമ ശ്രദ്ധയോട് കേൾക്കുക. യാതൊരുവൻ ഏനം ഇവന് ആത്മാവിന് അവിനാശിനം നാശരഹിതനായി നിത്യനായി അജം ജനനരഹിതനായി അവ്യയം ക്ഷയരഹിതനായിരിക്കുന്നവനെന്ന് വേദ അറിയുന്നുവോ സഹ പുരുഷ ആ പുരുഷൻ പാർത്ഥ അല്ലയോ പാർത്ഥ ഖം ആര് ഖതം എങ്ങനെ കാതയതി കൊല്ലിക്കുന്നു ഖം ആര് ഖതം എങ്ങനെ ഹന്തി കൊല്ലും
വിവർത്തനം. ശീല പ്രഭാത്. അല്ലയോ പാർത്ത, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമമില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലുവാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കുവാനോ എങ്ങനെ കഴിയും? അപ്പോൾ നമുക്ക് ഇവിടുത്തെ സന്ദർഭം അറിയാം. ആത്മാവ് ഭാർത്ത, ഓ ഭാർത്ത എന്ന്, അല്ലെങ്കിൽ അല്ലയോ ഭാർത്ത എന്ന് പറയുന്ന ഈ പദത്തിന് വളരെ അർത്ഥമുണ്ട്. അതായത് പൃഥയുടെ പുത്രൻ, ഞാനും നീയുമെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നീ ക്ഷത്രിയനായ ഒരു വ്യക്തി യുദ്ധം ചെയ്തില്ല എങ്കിൽ എനിക്കും കൂടെ അതിൻ്റെ നാണക്കേടാന്നുള്ള ഒരു ഇത് ധ്വനി ഭഗവാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ ആത്മാവിന് നാശമില്ലാത്തവനും അജനുമാണ്, നിത്യനാണ്, ശാശ്വതനാണ്, അയം പുരാണനാണ്, പരിണാമമില്ലാത്തവനുമാണ്. അറിയുന്ന ഒരാൾക്ക്, ഇതറിയാവുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ കൊലയ്ക്ക് പ്രേരിപ്പിക്കുവാനോ എങ്ങനെ കഴിയും എന്നുള്ളത്. അപ്പോൾ ആരും കൊല്ലുന്നില്ല, കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നുമില്ല എന്നുള്ള വസ്തുത കാരണം ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഭാവാർത്ഥം ശിലപ്രഭാതിക്ക് ജയ്. എല്ലാറ്റിനും ഉണ്ട് അതിൻ്റെതായ ഒരു പ്രയോജനം. ശരിയായ പ്രയോജനം ഉണ്ടാക്കത്തക്ക വിധം വേണ്ടത് വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കുവാൻ പൂർണ്ണ ജ്ഞാനമുള്ള ഒരാൾക്കറിയാം. അപ്പൊ ഈ ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് എപ്പോൾ ഏത് സമയത്ത് വേണ്ടത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കാം എന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത്. ഹിംസ കൊണ്ട് പ്രയോജനമുണ്ട്, അതെവിടെ പ്രയോഗിക്കണമെന്നും എങ്ങനെയും ഈ ജ്ഞാനമുള്ളവരാണ് നിശ്ചയിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഹിംസ ചെയ്യേണ്ടത്, എന്താണ് എങ്ങനെയുള്ള സമയത്താണ് ഹിംസ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ വസ്തുത ഒരു ജ്ഞാനിക്ക് അറിയാൻ സാധിക്കും. സമാധാനപ്രിയനായ ജഡ്ജി ഒരു ഘാതകന് മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ വയ്യ. അപ്പോൾ നമുക്കറിയാം, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ കത്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജീവനെ രക്ഷിക്കാൻ സാധിക്കും. എന്നാൽ അതൊരു കൊലയാളിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജീവനെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന സന്ദർഭവും സാഹചര്യവും രീതിയുമൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തെന്നാൽ ഒരു ജഡ്ജി ഒരു കൊലപാതകയെ അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജി അത് ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജഡ്ജിക്ക് യാതൊരു ദോഷവും അവിടെ വരുന്നില്ല. കാരണം മനുസംഹിതയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ ആ ആള് വീണ്ടും അതിന് കർമ്മം അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ആയതിനാൽ വീണ്ടും ജന്മങ്ങൾ എടുക്കണം, അതിൻ്റെ പരിണിതഫലമായ പാപഫലങ്ങൾ അനുഭവിക്കണം. ആയതിനാൽ ആ ചെയ്ത കർമ്മത്തിന് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ കർമ്മം അനുഭവിക്കേണ്ടതായി വരില്ല എന്നുള്ള തത്വവും കൂടെ ഇവിടെ പറയപ്പെടുന്നു. അപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട്, നീതിശാസ്ത്ര അനുസൃതമായാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കുവാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടുംപാപത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാൻ ഇട വരാതിരിക്കാൻ മരണശിക്ഷയ്ക്ക് വിധിക്കണം. മനുഷ്യ സമൂഹത്തിന്റെ നിയമ ഗ്രന്ഥമായ മനുസംഹിത ഇതിനെ പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുണ്ട്. ഗുണകരമത്രേ കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നത നീതിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം. മനുഷ്യനെ അഥവാ ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധ്യമല്ലെന്നിരിക്കെ കൃഷ്ണന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിന് വന്നു ചേരാവുന്ന ഹിംസയെ അല്ലെന്ന് പൂർണ്ണബോധത്തോടെ അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കണം. അപ്പൊ ഭഗവാന്റെ ഉപദേശം അല്ലെങ്കിൽ ഇംഗിതം അല്ലെങ്കിൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സർവന്റിന്റെ യഥാർത്ഥ ജോലി എന്നുള്ളത് കൂടെ ഇവിടെ പറഞ്ഞു തരുന്നു. അവന്റെ ധർമ്മം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ്. കാരണം നീതി നിർവഹണത്തിനായിട്ടുള്ള ഒരു ഹിംസ അനുവദനീയമാണ്. ഉദാഹരണത്തിന്, യുദ്ധം നടക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ ശത്രു പക്ഷത്തുള്ളവരെ വധിക്കുമ്പോൾ അവിടെ ആ രാജ്യം
പരമോന്നതമായ സ്ഥാനം കൊടുക്കുന്നു. എന്നാൽ ആ വ്യക്തി വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും ആ അയൽവക്കക്കാരനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അദ്ദേഹത്തെ വധിച്ചാൽ ഇവിടെ ശിക്ഷയും കൊടുക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. അതാണ് ധർമ്മത്തിന്റെ മീമാംസ എന്ന് പറയുന്നത്. അവിടെ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു. കാരണം ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല. ഹരേ കൃഷ്ണ. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റുകയാണെന്ന്. കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് അർജുനൻ പരിപൂർണ ജ്ഞാനത്തോട് ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ കൃഷ്ണന്റെ നിർദ്ദേശത്തോടു കൂടി അർജുനൻ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. കൃഷ്ണൻ വ്യത്യസ്ത ആംഗിളിലാണ് ഇനി അങ്ങോട്ടും കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ശ്ലോകങ്ങളും ഈ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു തരുന്നത്. കൃഷ്ണൻ വ്യത്യസ്തമായ ആംഗിളിൽ പറഞ്ഞു തരികയാണ്. എന്താ പറയുന്നത്? നമ്മൾ ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള ഒരു ബോധം അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കൃഷ്ണൻ. ഇവിടെ അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൺവിൻസ് ചെയ്യുകയാണ്. നമ്മൾ ആത്മാവാണ്, ശരീരമല്ല. ആത്മാവിന് ആർക്കും നശിപ്പിക്കുവാനോ കൊല്ലാനോ മുറിക്കാനോ കത്തിക്കുവാനോ ഒരു വെപ്പൺ കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുവാനോ ഒന്നും സാധിക്കില്ല എന്നുള്ള ബോധം അർജുനന് കൊടുക്കുകയാണ് പല ആംഗിളിൽ കൂടി. അപ്പോ 2-ാം അധ്യായത്തില് 11-ാമത്തെ ശ്ലോകം തൊട്ട് 30 വരെ ആത്മാവിനെ പറ്റി വ്യത്യസ്ത ആംഗിളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതായത് 30 ശ്ലോകം വരെ പറയുന്നു. എന്നാൽ ഓ പാർത്ഥ എന്ന പദം ഇവിടെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. എന്തെന്ന് വെച്ചാൽ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു, അർജുന, നീ വന്ന ശ്രേഷ്ഠമായ ക്ഷത്രിയ കുലത്തെ പറ്റി, നിന്റെ കുടുംബത്തെ പറ്റി, കുലത്തെ പറ്റി. നിന്റെ അമ്മ പ്രത ക്ഷത്രിയാണിയാണ്, നിന്റെ അച്ഛനും ക്ഷത്രിയനാണ്. അപ്പോ നീ ഒരു ക്ഷത്രിയൻ ആ ക്ഷത്രിയ ധർമ്മം ചെയ്തില്ല എങ്കിൽ അദ്ദേഹം പാപപങ്കുലമായ ജീവിതമാണ് നയിക്കുന്നത്. തന്നെയല്ല, കുടുംബത്തിന് പേരുദോഷം ഉണ്ടാകുകയും. ആയതിനാൽ ഞാനും പേരിന് ആ കുടുംബത്തിൽ പറഞ്ഞതായതുകൊണ്ട് എനിക്കും ഒരു പേരുദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ധ്വനി കൃഷ്ണൻ ഇവിടെ അർജുനന് കൊടുക്കുന്നു. എന്നാൽ കൂടെ പാർത്ഥ എന്ന് വിളിക്കാൻ കാരണം നീ ക്ഷത്രിയനാണെന്നുള്ളത് കൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ക്ഷത്രിയന്റെ ധർമ്മം ക്ഷതമേൽപ്പിക്കുക എന്നുള്ളതാണ്. സ്വന്തം രാജ്യത്തിന്റെ സംസ്കാരത്തെയും സംസ്കൃതിയെയും പൈതൃകത്തെയും ജനങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ധർമ്മം ക്ഷത്രിയ ധർമ്മമാണ്. അതുകൊണ്ട് നീ ഇത്ര ഭീരുവായിട്ട് പോകാൻ അത് ശരിയല്ല എന്നുള്ള ഒരു ധ്വനി, ക്ഷത്രിയനാണ് എന്നുള്ള ധ്വനിയിൽ കൂടി അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, കഥം സ പുരുഷഃ, എങ്ങനെ ഒരു വ്യക്തി വേദായ ഏനം, ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാകും ആത്മാവും എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? ഇവിടെ അവിനാശിനാം, നശിക്കാത്തത്, നിത്യം, അതായത് ആത്മാവ് നിത്യമാണ്, ശാശ്വതമാണ്, അജം, ജന്മമില്ലാത്തതാണ്, അവ്യയം, പരിണമിക്കാത്തതാണ്, ചേഞ്ച് ആകാത്തത്. ഇങ്ങനെ ആത്മാവിന്റെ ഈ പല അവസ്ഥകളെ പറ്റി ക്വാളിറ്റി മനസ്സിലാകുന്ന വ്യക്തി ഖാദയതി, എങ്ങനെ കൊല്ലും, വ്യക്തിക്ക് ഒരു ആത്മാവിനെ അല്ലെങ്കിൽ എങ്ങനെ കൊല്ലാൻ സാധിക്കും എന്ന് ഈ ഇത്ര 3-4 കാര്യത്തിൽ കൂടി
ഭഗവാൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ അറിവിന്റെ അടയാളം എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഭഗവത്ഗീത വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം മറിച്ച് അറിവ് തരികയാണ്. അറിവുള്ള വ്യക്തി പ്രോപ്പർ യൂട്ടിലിറ്റി ചെയ്യും. അപ്പം പൊതുവെ ആൾക്കാർ പറയും, പൊതുവെ ആൾക്കാർ ഭഗവത്ഗീത വീട്ടിൽ വെക്കത്തില്ല, കാരണം ഇത് മഹാഭാരതം വീട്ടിൽ വെക്കത്തില്ല, യുദ്ധം നടക്കുന്നു. അല്ല തന്നെ ആ വീട്ടില് മഹാഭാരത യുദ്ധം നടക്കുന്നു, ഭഗവത്ഗീത വന്നിട്ടൊന്നുമല്ല. ഇനി വേറൊരു തരത്തിലുള്ള കുറെ ആൾക്കാർ ഓടക്കുഴൽ കൃഷ്ണന് വെക്കത്തില്ല, കാരണം സമ്പത്തെല്ലാം ഊതിക്കളയും. ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ പ്രോപ്പർ യൂട്ടിലിറ്റി ഒരു അറിവുള്ള വ്യക്തിക്ക് എങ്ങനെ അതിനെ സാഹചര്യത്തെ നേരിടാം, എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്ന് അറിയാം. ഇവിടുത്തെ വാക്ക് ജഡ്ജി ഒരു കൊലപാതകിയെ തൂക്കിലേറ്റാൻ വിധിച്ചാൽ ജഡ്ജിയെ കുറ്റപ്പെടുത്തേണ്ട, കാരണം ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിൽ ആക്കി വെക്കുന്നതാണ് ആ കൊലപാതകയെ വധിക്കുക എന്നുള്ളത്. ആയതിനാൽ ജഡ്ജി ആ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അവിടെ ജഡ്ജിക്ക് യാതൊരു സ്ഥാനവും വരുന്നില്ല. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന കുറ്റപ്പെടുത്തേണ്ട, കാരണം ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിൽ ആക്കി വിധിക്കുന്നു. കാരണം ഇവിടെ കൊടും പാപത്തിന്റെ ഫലം തീർച്ചയായിട്ടും പാപം അനുഭവിച്ചേ മതിയാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, അശ്വത്ഥാത്മാവ് ദ്രൗപദിയുടെ മക്കളെ കൊന്ന സമയത്ത്, കുട്ടികളെ വധിച്ച സമയത്ത്, രാത്രി വന്ന് വധിച്ച സമയത്ത് കൃഷ്ണനും അർജുനനും വളരെ എല്ലാവരും പാണ്ഡവരെല്ലാം കോപിഷ്ഠരായി. കൃഷ്ണൻ പറഞ്ഞു ഇതിന് പരിഹാരം ചെയ്തേ പറ്റുള്ളൂ, അതിന് തിരിച്ചടി കൊടുക്കണം, ആത്മാവിനെ വധിക്കണമെന്ന് പറയും. അപ്പൊ ആത്മാവിനെ വധിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് ദ്രൗപദി പറഞ്ഞു പാടില്ല. ഇത് കൃഷ്ണൻ ഒരു ടെസ്റ്റിംഗ് കൂടെ ചെയ്യുകയായിരുന്നു, അങ്ങനെ ആചാര്യന്മാർ പറയുന്നു. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബ്രാഹ്മണ ശാപം ഏൽക്കണ്ട, കാരണം അദ്ദേഹം ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ആ ബ്രാഹ്മണ ശാപം ഏൽക്കണ്ട. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ദ്രൗപദി പറയുന്നത്, ഓൾറെഡി ദ്രോണാചാര്യര് മരണപ്പെട്ടതിൻ്റെ ദുഃഖത്തിലാണ് ദ്രോണാചാര്യരുടെ ഭാര്യ. ഇനി മകനും കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അമ്മ എങ്ങനെ സഹിക്കും? രണ്ടുപേരും പോയല്ലോ. ആയതിനാൽ ഞാനൊരു അമ്മയാണ്, എനിക്ക് എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്കറിയാം. അപ്പൊ ഞാനൊരു സ്ത്രീ, ഒരമ്മ ആയതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ വേദന എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ആയതിനാൽ അശ്വത്ഥാത്മാവിനെ വധിക്കരുതെന്ന് ദ്രൗപദി പറയുന്നു. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ദ്രൗപദി ക്ഷത്രിയാണിയാണ്. അപ്പൊ ക്ഷത്രിയ ആ വംശത്തിന്റെ, ആ ചോരയുടെ, ആ കുലത്തിന്റെ സ്വഭാവമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അപ്പൊ ദ്രൗപദി ശരിക്കും ഒരു ക്ഷത്രിയാണിയാണെന്ന് കാണിക്കുന്നു. പക്ഷേ ഈ ദ്രൗപദിയുടെ ഈ ഉത്തരത്തില് ശരിക്കും ശ്രീകൃഷ്ണൻ വളരെ സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ കൊലപാതകത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാൻ വരാത്ത രീതിയിൽ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതാണ് മനുസംഹിത പറയുന്നത്. അതാണ് കൂടുതലും സൗദി അറേബ്യയിലൊക്കെ മനുസംഹിതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് അവർ ശിക്ഷ കൊടുക്കുന്നത്. കാരണം പിന്നീട്, ഉദാഹരണത്തിന് എൻ്റെ ശിക്ഷാഗുരുവായ വരദാഗിരിദാസ് പ്രഭു, ഒരിക്കലും അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഒരു 1.5-2 ലക്ഷം രൂപയോളം ഒരാൾ വാങ്ങിച്ചിട്ട് നാട്ടിൽ പോയി, കടം വാങ്ങിച്ചത് നാട്ടിൽ പോകാൻ നേരത്ത് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല, കൊടുത്തിട്ടില്ല. അപ്പോ ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാൻ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ വ്യക്തിയെ കളിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ആ വ്യക്തി ഈ ജന്മത്തിൽ എന്നെ കളിപ്പിച്ചു, അപ്പൊ കണക്ക് ക്ലിയർ ആയി. ഇതൊരു കാർമിക് തിയറിയാണ്. അതായത്
ഞാൻ നിങ്ങളെ കളിപ്പിച്ച് 10 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ 10 രൂപയ്ക്ക് വേണ്ടി വീണ്ടും ജന്മം എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇത് കാർമിക് തിയറി വളരെ ശക്തമാണ്. അപ്പൊ ഉദാഹരണം നമുക്ക് കണ്ടു, സർജിന്റെ കയ്യിൽ കത്തി, ഈ കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്താൽ ഒരു ജീവനെ രക്ഷിക്കുന്നു. എന്നാൽ അപ്രകാരം ഒരു ക്രിമിനലിന്റെ കയ്യിൽ ആ കത്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജീവൻ എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ പരമദിവ്യോത്തമ പുരുഷൻ പറയുന്നത്, സുപ്രീം ജസ്റ്റിസ് ആയി പരമോന്നത നീതിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വിട്ടു തന്നോളൂ. കാരണം കൃഷ്ണൻ അറിയാം ഏത് ഗുണമല്ല എന്നുള്ളത്, എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ളത് കൃഷ്ണന് വ്യക്തമായിട്ട് അറിയാം. നമുക്കല്ല അറിയുന്നതിനേക്കാൾ കൂടുതൽ സർവ്വതും അറിയാവുന്ന സർവവ്യാപിയായതും സർവ്വതിൻ്റെ ഉടമയും സർവ്വതും ആരിൽ നിന്ന് വന്നോ, ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് വന്നോ, അദ്ദേഹത്തിന് എല്ലാം അറിയാൻ സാധിക്കും എന്നുള്ള വസ്തുതയെ ഇവിടെ വെളിപ്പെടുത്തുന്നു. കൃഷ്ണൻ എല്ലാവരെയും ഒരേ ഒരു കണ്ണുകൊണ്ട് കാണുന്നു. കാരണം എല്ലാവർക്കും നല്ലതിന് വേണ്ടിയാണ് അങ്ങനെ കാണുന്നത്. അർജുനൻ അധർമ്മികളെ കൊല്ലുന്നു കൃഷ്ണന്റെ ആജ്ഞപ്രകാരം. ഈ യുദ്ധത്തില് അർജുനൻ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നിൽക്കുന്നു. ശരിക്കും ചെയ്തെല്ലാം കൃഷ്ണനാണ്. എന്നാൽ അധർമ്മികളെ വധിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃഷ്ണന്റെ ആജ്ഞപ്രകാരം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ. അപ്പം അർജുനൻ ചെയ്തില്ല എങ്കിൽ അർജുനൻ സഫർ ചെയ്യും, ക്ഷത്രിയ ധർമ്മം പരിപാലിക്കാത്തത് കൊണ്ട്. ആയതിനാൽ ക്ഷത്രിയ ധർമ്മം പാലിക്കുക അർജുന എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചിരുന്നത്. കാരണം നാം ഓരോരുത്തരും ഗൃഹസ്ഥരാണ്. അതിലല്ല ബ്രഹ്മചാരികൾ ഉണ്ടായിരിക്കാം, സന്യാസികൾ ഉണ്ടായിരിക്കാം, വാനപ്രസ്ഥരായിട്ട് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഓരോ വർണ്ണ ആശ്രമത്തിന് അനുസരിച്ച് അവന് വിധിക്കപ്പെട്ട ധർമ്മം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കി തരുന്നു. അപ്പോ അഹം സർവസ്യ പ്രഭവോ പ്രവർത്തത സർവത്ര പ്രവർത്തത ഇതി മത്വം അചന്തോമ ബുധഭാവ സമന്വയ എന്ന് പറയുന്നത് എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കൃഷ്ണൻ ചോദിക്കുന്നു, എല്ലാവരും ആത്മാവ്, ഇത് ആർക്കാരെ കൊല്ലാൻ പറ്റും? ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല. എന്തെന്നാൽ എല്ലാ ജീവാത്മാക്കളും ആത്മാവാണ്. ആയതിനാൽ ഒരാൾക്കും ഒരാളെയും കൊല്ലാൻ സാധിക്കില്ല എന്ന് അർജുനന് ബോധ്യമാക്കി കൊടുക്കുകയാണ്. ആയതിനാൽ ഏത് ആയുധം കൊണ്ടും കൊല്ലാൻ കഴിയുന്നത് നശ്വരമായ ഈ ശരീരത്തിനെ മാത്രമേ പറ്റുള്ളൂ. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഏതായുധമായാലും നശ്വരമായ ശരീരം നശിക്കും, അനശ്വരമായ ആത്മാവിന് നാശം സംഭവിക്കുകയില്ല. എന്തെന്നാൽ ആത്മാവ് ആത്മാവായതുകൊണ്ട്, ഭഗവാന്റെ അംശമായതുകൊണ്ട് അതിനൊരിക്കലും നാശമില്ല. ഭഗവാന്റെ നിർദ്ദേശത്താൽ ചെയ്യുന്ന യുദ്ധത്തിന് പാപമുണ്ടാകാൻ വഴിയില്ല. അപ്പൊ എന്തുകൊണ്ടെന്നാൽ ഹരി ശബ്ദ നാനാർത്ഥ ദ്വയി മുഖ്യതം പരം. അതായത് 2 പ്രമുഖ അർത്ഥമുണ്ട് ഹരിക്ക്. ഒന്ന്, സർവമംഗളങ്ങളും ഹരേ. 2, എല്ലാ അമംഗളും ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രേമം തന്ന് പ്രേമം തന്ന് നമ്മുടെ ഹൃദയം കവരുന്നു. അപ്പോ ഹരി എന്ന പദത്തിന് എല്ലാ അമംഗങ്ങളും അതായത് മോശമായതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നു, നശിപ്പിക്കുന്നു, ഹരിച്ചു കളയുന്നു. 2, പ്രേമം തന്ന് ഹരേമൻ എന്ന് വെച്ചാൽ പ്രേമം തന്ന് ഹൃദയം ഭഗവാൻ കവർന്നെടുക്കുന്നു. ഇവിടെ അർജുനന്റെ ഹൃദയം
ഭഗവാൻ കവർന്നെടുക്കുവാണ്. എങ്ങനെ? പ്രേമം കൊടുത്തിട്ട്. ഒന്നാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ അർജുനന്റെ അടുക്കൽ തൻ്റെ ഭക്തൻ എന്ന നിലയിൽ ദയ കാണിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ അധ്യായം നോക്കുന്നുണ്ട്. കൃഷ്ണൻ അർജുനൻ പറയുന്നതനുസരിച്ച് ശിരസാ വഹിക്കുന്ന ഒരു സാധാരണ ഒരു തേരാളി മാതിരി നമുക്ക് കാണപ്പെടുന്നു. കാരണം എന്നാൽ ഭക്തൻ എന്ന നിലയിൽ ഭഗവാൻ ഇവിടെ അർജുനന്റെ അടുക്ക് ദയയാണ് കാണിക്കുന്നത്. എന്നാൽ കൃഷ്ണൻ സംസാരിക്കുന്ന മോട് കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിക്കുക എന്ന നിലയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അത് അങ്ങനെ അദ്ദേഹം അങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നു. തൊട്ട് അർജുനന്റെ ഗുരു എന്ന നിലയിൽ നിർദ്ദേശം കൊടുക്കുന്നു ഭഗവാൻ. അപ്പോൾ അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ അർജുനന്റെ ഗുരു എന്ന നിലയിൽ ഭഗവാൻ ഇവിടെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. എന്ന് എവിടുന്ന് വരുന്നു? അറിവില്ലായ്മ, അന്ധകാരം ആത്മീയ കൾച്ചറിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഭൂഷണമല്ല. അപ്പോൾ അറിവില്ലായ്മ അഥവാ അന്ധകാരം ആത്മീയ സംസ്കാരത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിക്ക് ഇത് ഭൂഷണമല്ല, ഇത് നല്ലതല്ല അർജുന എന്ന് പറയുന്നു. അതാ പുസ്തക എവിടുന്ന് കിട്ടി നിനക്ക് ഈ മോശമായ ചിന്താധാരകൾ എന്നൊക്കെ ഭഗവാൻ ചോദിക്കുന്നുണ്ട് അർജുനന്റെ അടുക്ക്. അപ്പൊ ഇത് നിനക്ക് ഭൂഷണമല്ല എന്ന് പറയുന്നു. എന്നാൽ രണ്ട്, ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നു. നീ അനാര്യൻ മാതിരി സംസാരിക്കുന്നു അർജുന. സംസ്കാര സമ്പന്നനാണ് ആര്യന്മാര്. എന്നാൽ നീ ഇവിടെ ആര്യ വംശത്തിൽ പിറന്നതും ആയതുകൊണ്ടും സംസ്കാര സമ്പന്നനായ ഒരു ക്ഷത്രിയനായതുകൊണ്ടും നീ ഒരു സംസ്കാര ശൂന്യമായ അനാര്യൻ മാതിരി നീ സംസാരിക്കുന്നു. അറിയാം, ആര്യൻ എന്നാൽ സംസ്കാരി എന്നാണ്. ആത്മീയതയിൽ മുന്നേറിയവൻ ആര്യൻ എന്ന പദത്തിന് അർത്ഥമുണ്ട്. അപ്പോൾ ആത്മീയതയിൽ മുന്നേറിയ ഒരു ആര്യ വംശത്തിൽ പറഞ്ഞ അർജുന, നിനക്ക് ഭൂഷണമല്ല നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വ്യത്യസ്ത ആംഗിളിൽ നിന്നാണ് കൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുക്കുന്ന കാര്യം അടിച്ചു കയറ്റുന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, സമയം വളരെ പ്രാധാന്യം ആണ്. കൃഷ്ണൻ പറയുന്ന അർജുന, യുദ്ധം ചെയ്യാനുള്ള സമയം ഇതാണ്. അപ്പൊ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമെന്ന് ബോധിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ 9:19 പിന്തുടർച്ച ആണ്. 2:19 പിന്തുടർച്ചയാണ് ഈ ശ്ലോകം പറയുന്നത്. ആർക്കും ഒരാത്മാവിനെയും വധിക്കാൻ പറ്റില്ല എന്ന് തുടർച്ചയായിട്ട് വീണ്ടും ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആത്മാവിന് ജന്മമില്ല, മരണവുമില്ല, അവ്യയം, മുറിക്കാൻ പറ്റില്ല. അതാണ് ഭയം ഇല്ലാത്തത്. ആത്മാവിന് ഒരു കാരണവശാലും ഭയമില്ല, അതിന് നാശമില്ല. ആയതിനാൽ ആത്മാവിന് ഭയവുമില്ല. ആത്മാവിനെ ആർക്കും നശിപ്പിക്കാനും പറ്റത്തില്ല. അപ്പം ഭയമില്ലാത്തതാണ് ആത്മാവ്. ശരീരത്തിന് 6 തരത്തിലുള്ള ചേഞ്ചസ് വരുന്നു. ആത്മാവിന് ഒരു ചേഞ്ചും വരുന്നില്ല. ആത്മാവ് വ്യത്യസ്തമായ ശരീരമെടുക്കുന്നു. ആ വ്യത്യസ്തമായ ശരീരം എടുക്കുമ്പോൾ അപ്പൊ ഇവിടെ ഭഗവത്ഗീത പറയുന്നു, അടുത്ത ജന്മത്തിലേക്കുള്ള ഡൈമെക്കേഴ്സ് ആണ് നാം ഓരോരുത്തരും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അടുത്ത ജന്മത്തിൽ നമുക്ക് ഏത് ശരീരം കിട്ടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഓരോ ഡൈമേക്കേഴ്സുകളുമാണ് നമ്മൾ എന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മൾ അടുത്ത ജന്മത്തിലെ ഡൈ ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മളാണ് അതിന്റെ കാരണക്കാരൻ. ഭഗവാനോ
അല്ല പ്രകൃതിയല്ല. നമ്മൾ ചെയ്യുന്നതിന്റെ പരിണിത ഫലമായിട്ട് പ്രകൃതി നമുക്ക് ഓരോ ശരീരം തരുന്നു. അതിന് അനുവാദം ഭഗവാൻ കൊടുക്കും, അത്രമാത്രം. ഭഗവാൻ ഇതിന് യാതൊരു ഇൻവോൾവും അല്ല. നമ്മൾ തന്നെ നമുക്ക് നാമേ പണിവരുന്നാകം നരകവും സ്വർഗവും ഒരുപോലെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു ഡൈ മേക്കേഴ്സാണ് ഓരോരുത്തരും. 6 തരത്തിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നു, നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് വളരുന്നു, പിന്നെ ബാല്യത്തിലോട്ട് എത്തുന്നു, അത് കഴിഞ്ഞാൽ യൗവനത്തിലേക്ക് എത്തുന്നു, ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥിരത വരുന്നു, അത് കഴിഞ്ഞാൽ കുറേശ്ശെ ക്ഷയിക്കുന്നു, പിന്നെ നമ്മുടെ ശരീരം നശിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് എന്ന് ഉണ്ടാകുന്നത് ശരീരത്തിനാണ്. എന്നാൽ ആത്മാവിന് ഇത്യാദി ചേഞ്ചുകളൊന്നുമില്ല. ഏത് ശരീരത്തിൽ കയറുന്നു ആ ശരീരത്തിന്റെ ഷേപ്പ് അനുസരിച്ച് ആത്മാവ് ഇഴുകിച്ചേരുന്ന, സ്വഭാവം അനുസരിച്ച് ഇഴുകിച്ചേരുന്ന ആ ശരീരത്തിന്റെ ഷേപ്പാണ് ആത്മാവിന്റെ ഷേപ്പ്. മനുഷ്യ ശരീരത്തിൽ കയറിയ മനുഷ്യ ശരീരത്തിന്റെ ഷേപ്പ്. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്ന ചില സമയം ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിൽ ശരീരത്തെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, ധർമ്മത്തിനെ സ്ഥാപിക്കാനായി പറയും. നാം ഒരു വ്യക്തിക്കും ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഒരു ദിവസം എങ്ങനായാലും ഒരു കൊതുകിനെങ്കിലും ഒരാൾ കൊന്നിരിക്കും. നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിനെയെങ്കിലും വധിക്കും ഉറപ്പായിട്ട്. അപ്പൊ കർമ്മം ചെയ്യാതെ ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റത്തില്ല. ശ്വസിക്കുമ്പോൾ ആയിരക്കണക്കിന് മില്യൺ കണക്കിന് ജീവജാലങ്ങളെയാണ് നമ്മൾ കൊന്നൊടുക്കുന്നത് ഓരോ വ്യക്തിയും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും ഒരാൾക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ശരീരത്തിനും കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ശരീരം നിലനിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. എന്തെന്നാൽ ഭഗവത് സേവയാണ് നമ്മൾ ജീവസ്വരൂപേ നിത്യേന കൃഷ്ണദാസ് എന്നുള്ള ആ അവസ്ഥയിൽ നമുക്ക് ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ നല്ലതുപോലെ സേവ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ജൈനന്മാര് അവരെപ്പോഴും ഈ കൊറോണ വരുന്ന സമയത്ത് മാസ്ക് വെച്ച മാതിരി മാസ്ക് വെച്ചുകൊണ്ട് വരുമ്പോൾ അപ്പൊ ഈ തൂക്കുന്ന വ്യക്തി എന്തുമാത്രം ജീവികളെ വധിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു, അതുപോലെ നടക്കുമ്പോൾ എന്തുമാത്രം ജീവികൾക്ക് ഇതുണ്ടാകുന്നു. അപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല കാര്യങ്ങൾ. ഓരോ സെക്കൻഡ് കൊണ്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഭഗവാൻ അറിയാം, ഒരാൾക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വ്യക്തമാക്കി കൊടുക്കുകയാണ് അർജുനൻ. ഭക്തൻ ചിന്തിക്കും, ഈ കാര്യം ചെയ്യുന്നതിന്റെ ആത്മസാക്ഷാത്കാരം സാധിക്കുമോ? ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആത്മസാക്ഷാത്കാരം സാധിക്കുമോ? ഭഗവത് പ്രേമത്തിന്റെ ആദ്യപടി ആത്മസാക്ഷാത്കാരം ആണ്. ഭഗവാൻ പറയുന്നു, ബ്രജവാസികൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രജവാസികൾ എന്നെ ചീത്ത പറയുന്നു, എൻ്റെ ചെവിക്ക് അത് ആനന്ദമാണ് എനിക്ക്. കാരണം വൈകുണ്ഠത്ത് ബ്രാഹ്മണർ പുരുഷ സൂക്തം, വേദപഠനം ഇത്യാദി തരുന്നു, എന്നെ സ്തുതിക്കുന്നു, പക്ഷെ എനിക്ക് രുചി കിട്ടുന്നില്ല. എന്നാൽ എൻ്റെ ബ്രജയിലെ ആൾക്കാർ എന്നെ കള്ളാന്നും വെണ്ണക്കള്ളാന്നും ഗോപികൾ വിളിക്കുന്ന കള്ള, നന്ദലാൽ, വരൂ ഇവിടെ എന്ന് വിളിക്കുന്നു. ഇതെനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെയാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ള ബന്ധം. അപ്പം ഭഗവാന്റെ ഭക്തന് ആ ശരീരം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആയതിനാൽ ഉഗ്രകർമ്മമല്ലാതെ ചെയ്യുന്ന ഈ കർമ്മങ്ങൾക്കൊക്കെ അതിൻ്റെതായ പരിണിത ഫലമുണ്ട്. പക്ഷെ അതെല്ലാം ഭഗവത് നാമജപത്തിലും ഭഗവത് സേവയിൽ കൂടി ഹരിച്ചു കളയുന്നുണ്ട് ഭഗവാൻ തന്നെ. പറയുന്നുണ്ട്, ഗീതാശാസ്ത്രമിതം പുണ്യം യത് പടേ പ്രായത പുമാൻ വിഷ്ണുർ പരം അവാപ്നോതി ഭയശോകാദി വർജിതം. ഈ ശാസ്ത്രം
ഭഗവാന്റെ പാട്ടാണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാണിയിൽ നിന്ന് വരുന്നൊരു പാട്ടാണ്, ഗീതമാണ്. ഈ ബുക്ക് പുണ്യം. എന്നാൽ ആരെല്ലാം ഈ ബുക്കുമായി ബന്ധം സ്ഥാപിക്കുന്നുവോ, ഏത് വ്യക്തി ഭഗവത്ഗീതയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുവോ അവരും ശുദ്ധമാകും. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പറയുന്നത്, ആസിറ്റീസ് ഒരു വീട്ടിൽ ആസിറ്റീസ് ആയിട്ട് വെച്ചാലും അതിൻ്റെ പൊട്ടൻസി തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ആ വ്യക്തി നിത്യം ഭഗവത്ഗീത സേവനം അല്ലെങ്കിൽ നിത്യം ഭാഗവത സേവനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം പൊട്ടൻസി കിട്ടുകയും ചെയ്യും, ആ വ്യക്തി രക്ഷപ്പെടുകയും ചെയ്യും. ഏത് മനുഷ്യൻ ഭഗവത്ഗീത പഠിച്ചാൽ വിഷ്ണുവിന്റെ അടുത്തെത്തും. പിന്നെയോ അതിന്റെ പരിണിത ഫലം ഭയം, ശോകം ആദി ഇല്ലാതാകും. അപ്പൊ ഭഗവത്ഗീത, ഭാഗവതം ഇത്യാദി ഗ്രന്ഥങ്ങൾ, വേദിക് ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന വ്യക്തി തീർച്ചയായും വിഷ്ണുവിന്റെ പരമപദത്തിലെത്തും. തന്നെയുമല്ല, അതിൽ നിന്ന് ഭയം ഉണ്ടാകത്തില്ല, ശോകം ഉണ്ടാകില്ല. ഇത് ശോകം ഇപ്പോ അതായത് സാധാരണ ഒരു ഒരു സ്ത്രീകൾക്കാണ് ഒരു 50 വയസ്സൊക്കെ ആകുമ്പം ഒരു രോഗമുണ്ട്, ശോകരോഗം. അതായത് ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അവരെ സ്നേഹിക്കുന്നില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല, മക്കളെല്ലാം പോയി പലയിടത്തായി, ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഭർത്താവ് പണ്ട് എന്നെ വളരെ നല്ല രീതിയിൽ നോക്കിയിരുന്നു, ഇപ്പം നോക്കുന്നില്ല എന്നതൊക്കെയുള്ള ഒരു ശോക അന്തരീക്ഷം അവർ മാനസികമായിട്ട് ചിന്തിച്ചെടുക്കും സാധാരണക്കാർ. എന്നാൽ ഈ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന മാതാജികൾക്ക് ഇവിടെ ശോകവും ഭയവും വരത്തില്ല. കാരണം അവർ ഫുള്ളായിട്ട് ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ചിട്ട് അവർക്ക് തീരെ സമയവും കിട്ടത്തില്ല ആവശ്യമില്ലാതെ ചിന്തിക്കാൻ. അതുപോലെ ഒരു 70 വയസ്സ്, 65-70 വയസ്സാകുമ്പോൾ പ്രഭുക്കന്മാരുടെ ഗതി ഇത് തന്നെയാണ്. എന്നാൽ കൃഷ്ണാവബോധത്തിലുള്ള പ്രഭുക്കന്മാർക്ക് തീരെ സമയമില്ല, അവരെപ്പോഴും ഭഗവാന് മനസ്സ് കൊടുത്ത് ജീവിക്കുന്നു. ഈ ഭൗതിക ലോകത്തിലെ വിഷാദ രോഗം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തിലെ സർവമാന ആൾക്കാരും ഭയത്തിലും ശോകത്തിലും പ്രതിസന്ധിയിലും അസൂയയിലും അറിവില്ലായ്മയിലും അന്ധകാര്യത്തിലും ആണ് കഴിയുന്നത്. ഇതിനെല്ലാം വെളിയിൽ വരണം. ഭൗതിക ലോകം കുണ്ഠസ്ഥാനമാണ്. അതുകൊണ്ട് കുണ്ഠം എന്ന് പറഞ്ഞാൽ ഭൗതിക ദുഃഖമാണ്, ദുഃഖാലയം, അശാശ്വതമാണ്. ഈ ദുഃഖാലയം, അശാശ്വതമായ ലോകത്തെ നമ്മൾ സുഖം തേടി നടക്കുന്നു. നമുക്ക് സുഖം കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ നാം എല്ലാവരും ഈ ഭൗതിക ലോകമാകുന്ന ദുഃഖാലയത്തില് സുഖം തേടിയാണ് നടക്കുന്നത്. എന്നാൽ സുഖാലയം, ശാശ്വതമായ ആത്മീയ ലോകത്തെ യഥാർത്ഥ സുഖം കിട്ടുകൊള്ളുന്ന ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവത്ഗീത കിഞ്ചിത ഗീത ഗംഗാജല ലവ കണിക പീത സകൃത് ഏവം മുരാരി സമർച്ച ക്രിയതേ തസ്യ ന യമേന ചർച്ച എന്ന് വെച്ചാൽ, ഏത് വ്യക്തി ഭഗവത്ഗീത കിഞ്ചിത ഗീത, ഭഗവത്ഗീത പഠിക്കുന്നു, ധ്യാനിക്കുന്നു, ചെറിയൊരു സമയം, കിഞ്ചിത ചെറിയൊരു സമയമെങ്കിലും ഭഗവത്ഗീത പഠിക്കുകയോ അത് ധ്യാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഗംഗാജല ലവണ കണിക പീത, ഒരു വ്യക്തി ഒരു തുള്ളി ഗംഗാജലം നാവിൽ പുരണ്ടാൽ അവന്റെ ജീവിതം ധന്യമാണ്. അപ്രകാരം ആ വ്യക്തിയുടെ ജീവിതം ധന്യമാകും. അടുത്ത് സഹൃത് ഏവ മുരാരി സമർച്ച, ശ്രീകൃഷ്ണ മുരാരിയെ ചെറിയ തോതിൽ വർഷിപ്പ് ചെയ്താൽ. 4 ക്രിയതേ തസ്യാനായമേന ചർച്ച, ഇങ്ങനെയുള്ള ഒരു വ്യക്തി യമരാജനുമായി ചർച്ചയ്ക്ക് ഇടവരില്ല. അപ്പൊ ഭഗവത്ഗീത വായിക്കുന്ന ഒരു വ്യക്തിക്ക് ശോകമുണ്ടാകില്ല, പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയമുണ്ടാകില്ല. അതിലുപരി ആ വ്യക്തി യമരാജന്റെ ദ്വാര് കാണേണ്ടി വരത്തില്ല. അതായത് യമരാജുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല. കാരണം ചൈതന്യലീലയില് മുരാരി ഗുപ്ത, രാമലീലയിൽ അദ്ദേഹം ഹനുമാനായിരുന്നു. ചൈതന്യ മഹാപ്രഭു മുരാരി ഗുപ്തയോട് പറയുന്നുണ്ട്, നിന്റെ രാമൻ തന്നെയാണ് ഞാൻ,
എന്നെ നീ ഭജിച്ചു. പക്ഷെ മുരാരി ഗുപ്തയ്ക്ക് ശ്രീരാമചന്ദ്രനോടായിരുന്നു കൂടുതൽ താല്പര്യം. അങ്ങനെ ഒരു ലീല അവിടെ ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. ഇവിടെ ഭഗവത്ഗീത വന്നത് മഹാഭാരതത്തിൽ നിന്ന്, നമുക്കറിയാം ഭീഷ്മപർവ്വതത്തിൽ നിന്ന് വന്നാണ്. എന്നാൽ ഭഗവത്ഗീത ഭക്തർ പഠിക്കുമ്പോൾ മഹാഭാരതത്തിനേക്കാളിലും അതിമധുരമാണ്. ഭഗവത്ഗീത വന്നത് മഹാഭാരതത്തിൽ നിന്നാണ്. എന്നാൽ ഈ ഭഗവത്ഗീത ഭക്തർ പഠിക്കുമ്പോൾ മഹാഭാരതത്തെക്കാളും അതിമധുരം കിട്ടുന്നു. എന്താ ഉദാഹരണം? ഒരു മരത്തിന്റെ വേര്, ബ്രാഞ്ച്, ഇലകൾ ഇത്യാദി രുചിക്കുമോ? ഇല്ല. എന്നാൽ ആ മരത്തിന്റെ പഴം അതിമധുരമാണ്, രുചിയുള്ളതാണ്. അപ്പൊ ആ മരത്തിന്റെ അതായത് മഹാഭാരതമാകുന്ന മരത്തിന്റെ പഴമാണ് ഭഗവത്ഗീത. ആയതിനാൽ ഭക്തൻ ആ ഭഗവത്ഗീത പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് രുചിയായിരിക്കും, അതിമധുരമായിരിക്കും. സാധു സാധു സാധു. ഇനിയും ഉദാഹരണം ഇനിയും വീണ്ടും ഒരു ഉദാഹരണം പറയണ്ട. കരിമ്പിന്റെ രസം ചൂടാക്കിയാൽ ശർക്കര കിട്ടും. അത് കഴിച്ചാൽ അതിമധുരം. എന്നാൽ കരിമ്പ് കഴിക്കുന്നതിനേക്കാളും, അപ്പൊ കരിമ്പ് തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ നീരിന് വേറെ രുചിയാണ്. അപ്പൊ അത് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നു, അത് അതിമധുരമായി വരുന്നു. അപ്രകാരം ഭഗവത്ഗീതയുമായിട്ട് നമ്മുടെ ജീവിതം ബന്ധപ്പെടുത്തുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതം പ്രാവർത്തികമാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞതനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അതിമധുരമായി മാറും, ധന്യമാകും. അപ്പൊ ഭാഗവതം, ഭഗവത്ഗീത അതിമധുരമാണ്. വേദം വന്നത് ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നും, ഭഗവത്ഗീത വന്നത് ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നും. ഒരിക്കൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ശീല പ്രഭുപാദ് ഭഗവത്ഗീതയുടെ ഒരു ക്ലാസ് എടുത്തു. അങ്ങനെ ഒരു കുട്ടി പ്രഭുപാദിനോട് ചോദിക്കുന്നു, പ്രഭുപാദ്, അങ്ങ് ഇത്രയും ലേറ്റ് ആയത് എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ? നേരത്തെ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൂടായിരുന്നോ എന്ന്. അപ്പൊ പ്രഭുപാദ് പറയുന്നു, നീ ജനിക്കാനായി ഞാൻ കാത്തിരുന്നു. അപ്പൊ പ്രഭുപാദിന്റെ ഉത്തരങ്ങളെല്ലാം എല്ലാം ഭഗവാനെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തി, കൃഷ്ണനെ ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ പ്രഭുപാദിന്റെ സംഭാഷണം, ജീവിതം, നടത്തം, ദൃഷ്ടി എന്ന് വേണ്ട എല്ലാം കൃഷ്ണ അവബോധത്തിലാണ്. മന്ത്രം ആത്മീയ എഞ്ചിന്റെ ഓൺ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇസ്കോൺ, അതിന്റെ സ്പെല്ലിങ് ISKCO എന്നാണല്ലോ. ഇസ്കോൺ, IS എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധ സ്വിച്ച്. IS എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധ സ്വിച്ച്. അവസാനത്തെ 2 പാർട്ട് ഓൺ. അപ്പൊ കൃഷ്ണാവബോധ സ്വിച്ച് ഓൺ ആക്കുമ്പോ എന്താ കിട്ടുന്നത്? 2 അക്ഷരം കൊണ്ട് നടുവില് KC, കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. IS എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധ സ്വിച്ച്. അവസാനത്തെ ഓൺ, അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നടുവിലത്തെ KC നമുക്ക് എന്താ കിട്ടുന്നത്? കൃഷ്ണ കോൺഷ്യസ്നസ്. അതാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇസ്കോണിൽ ശീല പ്രഭുപാദിന്റെ ആസിറ്റീസ് യഥാരൂപം പഠിക്കുമ്പോൾ നമ്മുടെ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞു. അപ്പോൾ ഭഗവത്ഗീതയുമായിട്ട് ശീല പ്രഭുപാദുമായിട്ട് നമ്മൾ നിത്യം ബന്ധം സ്ഥാപിക്കുകയാണ്. അത് വാണിയിൽ കൂടി ബന്ധം, പ്രഭുപാദുമായിട്ട് നമ്മൾ വാണിയിൽ കൂടി ബന്ധം സ്ഥാപിക്കുമ്പോൾ മുത്തശ്ശൻ തീർച്ചയായിട്ടും അച്ഛനേക്കാളും ദയാലു, കരുണാവാരിദിനും സ്നേഹവാരിധി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെയധികം സ്നേഹം വാരിച്ചൊരിഞ്ഞു തരും. അപ്പൊ സ്വിച്ച് ഓൺ ആക്കിയാൽ നമ്മൾ ഇസ്കോണിലായി, ഓഫ് ആക്കിയാൽ നമ്മൾ ഒഫൻസ് ചെയ്യുന്നു. അപ്പൊ സ്വിച്ച് എപ്പോഴും ഓണായി തന്നെ കിടന്നോട്ടെ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒഫൻസ് ചെയ്യുന്നില്ല. ഉദാഹരണം,
ബിയും ഡിയും. ബി മീൻസ് ബർത്ത്, ഡി മീൻസ് ഡെത്ത്. ബിയുടെയും ഡിയുടെയും ഇടയിലുള്ള ഒരക്ഷരമാണ് സി, അതാണ് ചോയ്സ്. അപ്പൊ നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള സി ആകുന്ന ചോയ്സ് നമ്മൾ ഇസ്കോണിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജന്മം സഫലമാക്കി. അപ്പൊ നമ്മൾ അപ്പൊ ഇസ്കോണിനെ നമ്മൾ ആ ചോയ്സ്, ഇസ്കോൺ ആകുന്ന ചോയ്സിനെ നമ്മൾ, അല്ലെങ്കിൽ ഭഗവത്ഗീത ആസക്തീസിനെ നമ്മുടെ ജീവിതത്തിൽ, മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വിച്ച് എപ്പോഴും ഓണാണ്, ഭഗവാന്റെ പരമപദത്തിൽ എത്തിച്ചേരും, സംശയമില്ല. അപ്പൊ സ്വിച്ച് ഓൺ ആക്കുന്നതിന് റെഗുലർ ചാൻഡിങ് ആണ് ഭഗവത്ഗീത പഠിക്കുക. ചാൻഡിങ്ങും പഠനവും ആണ് നിർബന്ധം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഭക്തി സുപ്രീം വെൽത്ത്. മനുഷ്യ ശരീരത്തിനുള്ള പ്രധാനം ഹൃദയം, ബുദ്ധി, ഇത് രണ്ടും വളരെ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോ ഭക്തി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഭഗവത്ഗീതയിൽ ഭക്തി നടുക്കാണ്, 7-ാമത്തെ അധ്യായം തൊട്ട് 12-ാമത്തെ അധ്യായം വരെ. അപ്പം ആ രണ്ടും കർമ്മകാണ്ഡയും ജ്ഞാനകാണ്ഡയും കൊണ്ട് അതിനെ വളരെ സേഫായിട്ട് ഭദ്രമായിട്ട് പൊതിഞ്ഞു വെക്കുന്നു. എന്നാൽ അപ്രകാരം നമ്മുടെ ഹൃദയത്തെ വളരെ ഭക്തമായിട്ട് മനുഷ്യ ശരീരത്തിലെ ഹൃദയവും ബുദ്ധിയും വളരെ ക്ലിയറായിട്ട് പൊതിഞ്ഞു വെക്കുന്നു. എന്നാൽ ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ള ആത്മീയത ഭഗവത്ഗീത ഭാഗവതം ആണ്. അപ്പൊ നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുമ്പോൾ ഭഗവാനും ഭഗവാന്റെ ഭക്തനുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുകയാണ്. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിധി ന അജാവത തുണ്ടം വൃദ്ധോ യാസി ഗ്രഹസ്ത്വാ ദണ്ഡം പതിവിന മുഞ്ചതി ആശാപിണ്ഡം എന്ന് വെച്ചാൽ വാർദ്ധക്യം വേദനയുടെയും, അംഗം ഗളിതം വാർദ്ധക്യം എന്ന് പറയുന്ന വേദനയുടെ ഒരവസ്ഥ, ഇന്ദ്രിയങ്ങൾ മെൽറ്റാകുന്നു, ഹരിതം മുണ്ടം മുടി പൊഴിയുന്നു, ദശവിധ ന അജാവത തുണ്ടം പല്ലു പൊഴിയുന്നു, വൃദ്ധോ യാസി ഗ്രഹിത്വ ദണ്ഡം നമ്മുടെ കാലുകൾക്ക് ജോയിന്റുകളൊക്കെ വീക്കാകുന്നു. ഈ സമയം ഈ രാജ്യവിദ്യ, രാജ്യഗുഹ്യം, പവിത്രമിത് ഉത്തമം എന്ന് പറയുന്ന ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ ഭഗവാന്റെ സംഹിത അല്ലെങ്കിൽ കൃഷ്ണ അമൃത് എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും? സാധാരണ ആൾക്കാർ പറയും, കൃഷ്ണാഭൂപത്തിൽ വരുമ്പോൾ പറയും, മക്കളെ ഇത് നിന്റെ സമയമല്ല, 90-ാമത്തെ വയസ്സിൽ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പഠിക്കേണ്ട സാധനമാണ്. എവിടെ പഠിക്കാൻ പറ്റും? നമ്മുടെ വാർദ്ധക്യം ചെന്ന നമ്മുടെ അവസ്ഥ ഇതാണ്. നമ്മുടെ പല്ല് പൊഴിയുന്നു. ഒരിക്കലേ യമദേവന്റെ അടുക്കെ പറയുന്നു, യമദേവന്റെ ഒരു ഭക്തനുണ്ടായിരുന്നു. അപ്പൊ അടുക്കെ പറഞ്ഞു, നിങ്ങളെ ഭക്തനായിട്ട് നിങ്ങൾ എന്താ എനിക്ക് ഇങ്ങനെ, എന്നോട് ഇങ്ങനെ എന്താ ചെയ്തെന്ന് പറഞ്ഞു. എടാ പൊട്ട, യമദേവൻ പറഞ്ഞു, ഞാൻ നിനക്ക് സിംറ്റംസ് ഒരുപാട് തന്നു. നിന്റെ തല നരച്ചു, നീ കറുപ്പിച്ചു, നിന്റെ പല്ല് പൊഴിഞ്ഞു, നീ സ്വർണ്ണപ്പല്ല് വെച്ചു, നിന്റെ തൊലി ചുളുങ്ങി, നീ ബ്യൂട്ടി പാർലറിൽ പോയി, നിന്റെ നിന്റെ ജോയിൻസുകളൊക്കെ വേദനകൾ വന്നു, അപ്പൊ നീ സെറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഞാൻ തന്നപ്പോൾ നീ അത് മനസ്സിലാക്കിയോ? പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നു? അപ്പൊ നമ്മളുടെ അവസ്ഥ, നമ്മുടെ മുടി നരയ്ക്കുന്നു, നമ്മുടെ പല്ല് പോകുന്നു, കാഴ്ചയ്ക്ക് കുറവ് സംഭവിക്കുന്നു, മസിൽസുകൾക്കൊക്കെ വേദന വരുന്നു. ഇതിന്റെ അർത്ഥം സമയത്തോട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു ദിനേശ. അപ്പൊ എന്താണ്? നമ്മൾ കൂടുതൽ ഭഗവാനുമായിട്ട് അടുക്കുക, അല്ലെങ്കിൽ നല്ല പണി കിട്ടും എന്നുള്ള ബോധ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ കണ്ട സ്വത്തുക്കളോ ഈ പ്രതാപമോ പേരോ പെരുമയോ ഒന്നും കൊണ്ടുപോകില്ല. ശ്വാസമായിട്ട് വരുന്നു, ശ്വാസമില്ലാതെ പോകുന്നു. കുറെ കർമ്മമായിട്ട് വരുന്നു, കുറെ കർമ്മമായിട്ട് പോകുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ വയസ്സായ സമയത്ത് എങ്ങനെ മനുഷ്യ ശരീരം ഓപ്പറേറ്റ് ചെയ്യുന്നു? അപ്പൊ മനുഷ്യ ശരീരം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാനുവലാണ് ഈ ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ പറയുന്നു, ഭഗവാന്റെ രൂപം, ജനനം, പ്രവൃത്തികൾ എന്നിവയെല്ലാം അതീന്ദ്രിയമാണ്. എന്നാൽ അറിയുന്നവൻ ആധ്യാത്മിക ലോകത്തിലേക്ക്
ഉയർത്തപ്പെടാൻ അർഹനാകുന്നു. ഭഗവാന്റെ ജന്മങ്ങള് ജന്മകർമ്മ ചമയ ദിവ്യൻ യോവേതി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നാമായി വിധി. അപ്പൊ ജന്മത്തിന്റെയും കർമ്മത്തിന്റെയും ഇത് അറിയാൻ മനസ്സിലാക്കിയ തെക്വ, ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു ജന്മമില്ല അർജുന എന്നുള്ളത് വ്യക്തമാക്കി തരുന്നു. അപ്പൊ അവര് ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയർത്തപ്പെടാൻ അർഹരാണ് എന്ന് ഇവിടെ കാണിച്ചു തരുന്നു. ഇനി ഇവിടെ കൃഷ്ണൻ പ്രാക്ടിക്കൽ വിസ്ഡം തരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രാവർത്തികമാക്കാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നു എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പാടണം എന്നൊക്കെ. കാരണം എങ്ങനെ ഭക്തി പെർഫോം ചെയ്യണം, എങ്ങനെ ഭഗവാനെ പ്രേമിക്കണം, എങ്ങനെ പൂജിക്കണം, കൃഷ്ണന് ഭഗവത്ഗീതയിലെ ശ്ലോകം എങ്ങനെ മനസ്സിലാക്കണം, മനസ്സിലാക്കേണ്ട ലെവൽ എങ്ങനെ, ശ്ലോകത്തെ ആദ്യം പ്രേമിക്കുക, മെലോഡിയിലും മീനിങ്ങിൽ കൂടി. നല്ല രീതിയിൽ ആ ശ്ലോകം പഠിക്കണമെന്നൊരു വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ പ്രഭുക്കന്മാരും മാതാജികളും ഈണത്തിൽ പാടുന്നുണ്ട്. ആ ശ്ലോകങ്ങൾ കേൾക്കുക. അപ്പൊ നമ്മുടെ ചെവിക്ക് ഇമ്പം വരുമ്പോൾ അത് അതിനെ സ്വീകരിക്കുന്നു, ശ്രദ്ധിക്കുന്നു. പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അപ്പൊ നമ്മൾ അത് ഹൃദയത്തിൽ കയറുന്നു. അപ്പൊ ആദ്യമേ നമ്മൾ നല്ലൊരു മെലോഡി വേണം, പിന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ഭാഗവത ശ്ലോകം ആകർഷിക്കുന്നത് മീനിങ്ങിൽ കൂടിയാണ്. ഭഗവത്ഗീത ശ്ലോകവും ഭാഗവത ശ്ലോകവും ഒരു വ്യക്തിയെ ആകർഷിക്കുന്നത് അതിൻ്റെ അർത്ഥത്തിൽ കൂടിയാണ്. കാരണം ഒന്ന്, നമ്മുടെ ശരിക്കും നമുക്ക് ആ മെലോഡിയും ശ്രവണവും അർത്ഥവും മനസ്സിലാക്കണം. എല്ലാ മന്ത്രവും ഹരിനാമം മോഹിത മന്ത്രമാണ്. എന്നാൽ നിവർത്ത തർശയൻ ഉപഗീയ മാനാത് ഭവ ഔഷധാത് സ്ത്രോത്ര മാനോ ഭിരാമാത് കാ ഉത്തമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജേത വിന പശുനാഥ് എന്ന് വെച്ചാൽ സ്ത്രോത്ര കേൾക്കുക, മൈൻഡ് അല്ലെങ്കിൽ ഹാർട്ട്, അതായത് ശബ്ദം ധ്വനിയിൽ ചെവി ആകർഷിക്കുന്നു. ശ്ലോകത്തിന്റെ രണ്ട് പറയുന്നു. പിന്നെ ഹൃദയം ആകർഷിക്കുന്ന ശ്ലോകത്തിന്റെ അർത്ഥത്തില് നമുക്കറിയാം, തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര ബുദ്ധയ മയ്യാർപ്പിത മനോർബുദ്ധി മാമേവേശ സംശയം. ആ ശ്ലോകത്തിലെ രണ്ട് കാര്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. മയ്യാർപ്പിത മനോർബുദ്ധി, ആ രണ്ട് കാര്യമാണ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിന്റെ മനസ്സും ബുദ്ധിയും എനിക്ക് തരൂ, എന്നിൽ അർപ്പിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലാകുമ്പോൾ നമുക്ക് ആ ശ്ലോകത്തോട് ഒരു ആസക്തി, ആ ശ്ലോകത്തിന്റെ അർത്ഥം, പിന്നെ അത് നല്ല ഈണത്തിൽ മെലോഡിയിലായിട്ട് കേൾക്കുക. അപ്പോൾ പതുക്കെ ദിവസവും നമ്മൾ കുറഞ്ഞ വർഷം ഒരു ശ്ലോകം ഒരു 21 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഒരേ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശ്ലോകം പഠിക്കാൻ സാധിക്കും. ഇങ്ങനെ അപ്പൊ നമ്മൾ ഒരു സംബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പൊ ഇവിടെ 3, അടുത്തത് ഉച്ചാരണം കേൾക്കുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക. നരസിംഹ സ്തോത്രമൊക്കെ വളരെ വ്യക്തമായിട്ടാണ് കുട്ടികൾ. 5 മിനിറ്റ് കൂടെ തരുമോ? ഹരേ കൃഷ്ണ. അതോ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് പോയോ? ഹരേ കൃഷ്ണ. അടുത്തത് ഉച്ചാരണം കേൾക്കുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക. നരസിംഹ സ്തോത്രം ഉദാഹരണം കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. നമ്മൾ ആസക്തരാകുന്നു അതിൻ്റെ ശ്രേഷ്ഠ അർത്ഥത്തിൽ. ഉദാഹരണം വീണ്ടും പറഞ്ഞ് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തേ പ്രയച്ഛതി, അല്ലെങ്കിൽ മന്മന ഭവഭക്ത മധ്യാജിമാം നമസ്കുരു. മൻ എന്ന് വെച്ചാൽ മനസ്സ്, ഭവഭക്ത കൃഷ്ണന്റെ ഭക്തനാകൂ, മധ്യ നിന്റെ ജീവൻ എന്നെ പ്രതിഷ്ഠിക്കൂ, മധ്യത്തിൽ മാം നമസ്കുരു എന്നെ എപ്പോഴും നമസ്കരിക്കൂ, പ്രണമിക്കൂ. അപ്പൊ അങ്ങനെ ഭഗവത്ഗീത രത്നമാലയാണ് ശ്ലോകം. ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം ഒരു രത്നമാലയാണ്. ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ
നമുക്കത് മനസ്സിലാകാൻ സാധിക്കും. കാരണം ഭഗവത്ഗീത, ഭാഗവതം ശ്ലോകം പവിത്രമാണ്, ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കയറും. ശ്ലോകത്തിന്റെ അർത്ഥം മെഡിറ്റേറ്റ് ചെയ്യുക. കൃഷ്ണ തുല്യ ഭാഗവത വിഭു സർവാശ്രയ പ്രതി ശ്ലോക പ്രതി അക്ഷരെ നാന അർത്ഥകയ എന്ന് വെച്ചാൽ ചൈതന്യ ചരിതാമൃതത്തിന്റെ മധ്യലീലയിൽ 319 ഒരു ശ്ലോകമാണ്. ഭാഗവതം കൃഷ്ണനുമായി യാതൊരു വ്യത്യാസമില്ല. ഓരോ ശ്ലോകത്തിനും ഓരോ അക്ഷരത്തിനും ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ട്. ഹരേ കൃഷ്ണ. ഒരു 2 മിനിറ്റ് കൂടെ കിട്ടുമോ? യജുർവേദത്തിൽ ബ്രഹ്മാവിന്റെ വാക്യം പറയുന്നുണ്ട്. ഇത് ഷോഡശൂക്തം കലികൽമശനാശിനി നരതരോപായം സർവവേദേശി ദൃശ്യത എന്ന് പറയുന്നത് നമുക്കറിയാം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ വിഷ്ണു ഭഗവാൻ ഗംഗാ മാതായോട് പറയുന്നു, ഗംഗമായി ചിന്തിക്കുന്ന കലികാലത്തില് ജീവാത്മാക്കൾ മൊത്തം പാപികളാണ്, അവർ വന്ന് എന്നിൽ സ്നാനം ചെയ്താൽ പാപം ഞാൻ സ്വീകരിക്കും. അപ്പോ വിഷ്ണു ഭഗവാൻ പറയുന്നു, കലിയുഗത്തിൽ കുറെ കഴിഞ്ഞ് ഒരാള് മന്ത്രമായിട്ട് വരും. ആ മന്ത്രം അദ്ദേഹം എല്ലാവർക്കും വാരി വിതറി കൊടുക്കും. അത് ഒരു 10,000 വർഷം ആ മന്ത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ ആ മന്ത്രം ചെല്ലുന്ന വ്യക്തി നിന്നിൽ കുളിച്ചു കഴിഞ്ഞാൽ നിന്റെ പാപമെല്ലാം ഇല്ലായ്മയാണ്. നോക്കൂ, ഹരിനാമം ജപിക്കുന്ന വ്യക്തിയുടെ പൗര് നേരത്തെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം കലേർ ദശ സഹസ്രാണി മദ്ഭക്ത സന്ധി പൂതലെ ഏകവർണ്ണ ഭവിഷ്യന്തി മദ്ഭക്ത ശുഗതേ ശുഭ മദ്ഭക്ത ശൂന്യ പ്രദീപ കലിഗ്രഹസ്ഥ ഭവിഷ്യതി ഏതേസ്മേൻ നാമ തരേർ തത്ര കൃഷ്ണ ദേഹാർ വിനർജിത. കലിയുഗത്തില് 10,000 വർഷം ഗോൾഡൻ ഏജ്, ഹരിനാമ രൂപേണ ഒരു വ്യക്തി വരും. എന്നിട്ട് ഈ പവിത്രമായ മന്ത്രത്താൽ മുഖവിരുദ്ധമാകും ലോകമൊത്തം. എൻ്റെ ഭക്തർ ഈ പ്രതിഭയിൽ എല്ലാവരും വളരെ സമ്പൂർണനായിട്ട് ഹരിനാമം ജപിക്കും. അതിനുശേഷം കലി പൂർണ്ണമായിട്ടും എല്ലാവരെയും പിടികൂടും. അപ്പം അങ്ങനെ ഹരിനാമം ജപിക്കുന്ന വ്യക്തിക്ക് 64 ക്വാളിറ്റിയില് ഹരിനാമം ജപിക്കുന്ന വ്യക്തിക്ക് 63 ക്വാളിറ്റിയും നിസാരമായി കിട്ടുമെന്ന് ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നു. ഉദാഹരണം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം ഇന്നത്തെ ക്ലാസ്. വിഗ്രഹസേവ അപൂർണമാകും ഹരിനാമം ജപിച്ചില്ല എങ്കിൽ. കാരണം നമ്മൾ സേവ അപരാധം ചെയ്യുന്നത് ഹരിനാമത്തിൽ കൂടി നമ്മളെ രക്ഷിക്കുന്നു. അതിനാണ് ഹരിനാമം ജപിക്കുന്നത്. ഹരിനാമ മന്ത്രദീക്ഷ ആദ്യമേ പ്രഭുപാദ് നമുക്ക് തന്നത്. അതിനുശേഷം ആ ഹരിനാമം ജപിച്ചെങ്കിൽ മാത്രമേ ഗായത്രി മന്ത്രത്തിൻ്റെയും പവർ കിട്ടും. രണ്ടാമത് ബ്രാഹ്മണ്യ ദീക്ഷ തന്നത്, ഗായത്രി മന്ത്രം തന്നത് രണ്ടാമത് ഇതിനു വേണ്ടി. ഹരേ കൃഷ്ണ. എല്ലാവരും പോയോ? ഹരിബോൾ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുവശ കൃപാസുന്ദേവത പതിതാന പാവനേഭ്യോ വൈഷ്ണവേ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु। ഹരേ കൃഷ്ണ. നിർത്തിയോ?